3 പീസ് സെറ്റ്, ബഡ്ജറ്റിന്റെ 3 പീസ് സെറ്റ് 120 ഫ്രീ ഡെലിവറി ആയിരിക്കും കേട്ടോ. ടിഷ്യൂലാണ് എനിക്ക് തോന്നുന്നു. ടിഷ്യൂല് നമ്മൾ 197 നമ്മൾ എത്ര കിട്ടാൻ 100. അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ, ഇത് ഫുള്ളി സ്റ്റിച്ച്ഡ് 3 പീസ് സെറ്റ് 120. ബെസ്റ്റ് റേറ്റിനാണ്. നല്ല നല്ല ഷെയ്ഡ്സ് വരും, 3 ഷെയ്ഡ്സ്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നതിന്റെ ചതിക്കുഴിയെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ്. ഈ ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ ഉള്ള തട്ടിപ്പ് പേജ് ഉണ്ടല്ലോ, അതിലെ പരസ്യങ്ങളൊക്കെ കണ്ട് ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്യും. വീഡിയോ കാണുന്ന സമയത്ത് അവിടെ ഒന്നാം തരം പ്രൊഡക്റ്റ് ആയിരിക്കും. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത വിലയിലും അപ്പുറത്തായിരിക്കും ഇതൊക്കെ അവർ വിൽക്കാൻ വെച്ചിട്ട്. കാണുമ്പോൾ തന്നെ നമ്മൾ ചാടി വീഴും, പ്രത്യേകിച്ച് നമ്മൾ മലയാളികള്. പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് പ്രത്യേകം പറയാനുള്ള, ഇതിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല. അതാണ് തട്ടിപ്പിന്റെ തുടക്കം തന്നെ. ഡെലിവറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചെറിയ തുകയല്ലേ, നമുക്കത് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാമെന്ന് എല്ലാവരും വിചാരിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ കയറി ഓർഡർ ചെയ്യും. പിന്നെ അവരുടെ യാതൊരു വിധ അഡ്രസ്സും ഉണ്ടാവും, കാശും പോയി ഡ്രസ്സും കിട്ടിയില്ല. ഇങ്ങനെ ഓൺലൈൻ ഷോപ്പിംഗ് വഴി പറ്റിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഞാനും അങ്ങനെ പറ്റിക്കപ്പെട്ട ഒരാളാണ്. അത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായ ഒരാളാണ് ഇപ്പൊ സംസാരിക്കാൻ പോകുന്നത്. ഇവരുടെ പേര് ജീവ എന്നാണ്. ഇവരൊരു യൂട്യൂബറാണ്. ആ യൂട്യൂബ് ചാനലിൽ കൂടി സംസാരിച്ചുകൊണ്ടാണ് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നത്. ഷാസ്ത ബസാർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് തട്ടിപ്പ് നേരിടേണ്ടി വന്നതെന്ന് ജീവ പറയുന്നത്. ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇത് ഓർഡർ ചെയ്തതെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. പുള്ളിക്കാരി തന്നെ ആ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ എന്തായാലും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നല്ലൊരു 3 പീസ് സെറ്റ്, ബഡ്ജറ്റിന്റെ 3 പീസ് സെറ്റ് 120 ഫ്രീ ഡെലിവറി ആയിരിക്കും കേട്ടോ. ടിഷ്യൂലാണ് എനിക്ക് തോന്നുന്നു. ടിഷ്യൂല് നമ്മൾ 197 നമ്മൾ എത്ര കിട്ടാൻ 100. അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ, ഇത് ഫുള്ളി സ്റ്റിച്ച്ഡ് 3 പീസ് സെറ്റ് 120. ബെസ്റ്റ് റേറ്റിനാണ്. നല്ല നല്ല ഷെയ്ഡ്സ് വരും, 3 ഷെയ്ഡ്സ്. ഇതിന്റെ വീഡിയോ വാച്ച് ചെയ്യണം കേട്ടോ. പറയുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യണേ. ആക്ച്വലി ഷാസ്ത ബസാർ എന്ന് പറയുന്ന പേജിൽ വരുന്ന ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ദുബായ് ബേസ്ഡ് ആയി പ്രവർത്തിക്കുന്ന ഇഹ ഡിസൈൻസിന്റെ പ്രൊഡക്റ്റ് ആണ്. ഇഹ ഡിസൈൻസ് അവരുടെ പേജിൽ അപ്ലോഡ് ചെയ്യുന്ന പരസ്യങ്ങൾ ഇവർ ഡൗൺലോഡ് ചെയ്ത് അവരുടെ പേജിൽ അപ്ലോഡ് ചെയ്യുകയാണ് ഷാസ്ത ബസാർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയിലുള്ള സ്ത്രീ, അതുപോലെ തന്നെ ഈ വീഡിയോയിലുള്ള ആ സ്ത്രീയെ കണ്ട് ഇഹ ഡിസൈൻ ആണ് ഇനി തട്ടിപ്പിന് മുന്നിലെന്നൊന്നും ആരും വിചാരിക്കേണ്ട. അവർ നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരാണ്. ഷാസ്ത ബസാറിന്റെ പേരിൽ ഇതുപോലെ നല്ല രീതിയിൽ പ്രവർത്തിക്കും. ഒരുപാട് ഓൺലൈൻ വീഡിയോകളുടെ ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗിന്റെ വീഡിയോസ് ആണ് അവർ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അവിടെ എടുത്ത് അപ്ലോഡ് ചെയ്യും. ഒരുപാട് ഓൺലൈൻ സ്റ്റോറുകളുടെ വീഡിയോകൾ അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പേരും കോൺടാക്ട് നമ്പറും എല്ലാം എഡിറ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുവാണെങ്കിൽ ഷാസ്ത ബസാർ എന്ന് പറയുന്ന ഒരുപാട് പേജുകൾ കാണാൻ പറ്റും. എല്ലാം ഹിന്ദിക്കാരുടെയാണ്. അതിനിടയിൽ കൂടി ഇതുപോലുള്ള ഒരുപാട് ഫ്രോഡുകൾ ഇങ്ങനെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇവരുടെ മലയാളത്തിലുള്ള ഈ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഈ മലയാളികളൊക്കെ പ്രൊഡക്റ്റ് വാങ്ങാൻ തീരുമാനിക്കുന്നത്. ഈ ജീവ വിചാരിച്ചത് എറണാകുളത്തോ വല്ലം പറ്റുള്ള ഒരു ഷോപ്പ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. കോൺടാക്ട് ചെയ്ത് നോക്കുമ്പോൾ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. എന്തായാലും ഇത്രയും വില കുറവല്ലേ, ഇവര് വല്ല ഹോൾസെയിൽ സെല്ലർ ആയിരിക്കും എന്നാണ് ഇവർ വിചാരിക്കുന്നത്. എന്തായാലും ജീവ അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് അങ്ങ് ഓർഡർ ചെയ്തു. എന്തായാലും നമുക്കതൊന്ന് കേട്ടു നോക്കാം. നമ്മളവർ വിളിച്ചു കഴിയുമ്പോഴത്തേനും അവര് ഡ്രസ്സിന്റെ വില ഇന്നതാണ്, അല്ലെങ്കിൽ അവിടെ കൊടുത്തേക്കുന്ന 200-250 രൂപയ്ക്കെന്നാണ്. ഒരിക്കലും നമുക്ക് ആ ഒരു ഡ്രസ്സ് ആ ഒരു വിലക്ക് ഒരിക്കലും കിട്ടത്തില്ല. ആ ബോധം എന്തായാലും നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ആ വീഡിയോ എന്തായാലും നമ്മൾ കണ്ടതല്ലേ. എന്തായാലും ആ ഡ്രസ്സ് കണ്ടറിയാം, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഡിസൈൻ ഉണ്ട്. എന്തായാലും 200 രൂപയ്ക്കൊന്നും അത് കിട്ടത്തില്ലെന്ന് നമുക്ക് ബോധമുള്ള ആർക്കാണെങ്കിലും മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ പറ്റിക്കപ്പെടാൻ പാടില്ല. കാരണം നമ്മൾ എത്രയോ കാലങ്ങളായി തുണിക്കടയിൽ കയറിയൊക്കെ വസ്ത്രങ്ങൾ വാങ്ങുന്നവരല്ലേ നമ്മൾ. ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അത്രയും കേരളം താഴ്ന്നത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇരയാവുന്നത്. ഇപ്പൊ എല്ലാവരും വിചാരിക്കും ഇത് എല്ലാവരും കുറഞ്ഞ പൈസയ്ക്ക് വാങ്ങുന്നുണ്ടാവും, അപ്പൊ ഞാനും വാങ്ങിയേക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കൂടുതലും അതിൽ പോയി ചാടുന്നത്. അതുപോലെ തന്നെ വേറെ കാര്യം ചിന്തിക്കും, 200 രൂപയല്ലേ പോകത്തുള്ളൂ പോവുകയാണെങ്കിൽ, അതെങ്കിലും പോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വാങ്ങും. എന്തായാലും മിസ്സാക്കാൻ പാടില്ല എന്നുള്ള ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നത്. നമ്മൾ കണ്ണുപൂട്ടി ആ പ്രോഡക്റ്റ് അങ്ങ് ഓർഡർ ചെയ്യും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ബാക്കിയും കൂടെ കേട്ടോക്കാം. അപ്പം ഇത് അവർ തന്നെ നേരിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. സ്ഥലം എവിടെയാന്ന് ചോദിച്ചപ്പോൾ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞു. ഇപ്പൊ രാജസ്ഥാൻ, മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിൽ അവർ നേരിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നത് കൊണ്ട് ഇത്രയും വിലക്കുറവ് അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഉള്ളവർ അവിടുന്ന് കുറെ ലോഡ് ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ വില കൂട്ടി വിൽക്കുന്നതൊക്കെ നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഓർത്തു അത് സത്യമായിരിക്കും, മലയാളത്തിലാണല്ലോ വീഡിയോ, അപ്പൊ അങ്ങനെ നമുക്കാണല്ലോ വിശ്വസിക്കാം, കുറച്ചെങ്കിലും വിശ്വസിക്കാൻ തോന്നി. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഒരുപാടൊന്നും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന ആളല്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയത്. അപ്പൊ പറ്റിയത് പറ്റി, ഇനി എന്തായാലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റരുത്. എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാണ്. ഡ്രസ്സിന്റെ ഭംഗിയും വിലക്കുറവും കണ്ട് ആരും ചതിക്കുഴികളിൽ പോയി വീഴരുത്. ഈ വീഡിയോക്ക് താഴെ തന്നെ ഒരുപാട് കമന്റ്സ് ഉണ്ട്. എന്തായാലും അതിൽ ഭൂരിഭാഗം പേരും കമന്റ്സ് ചെയ്തിരിക്കുന്നത് ഭയങ്കര തട്ടിപ്പാണ് അതെന്നാണ് പറയുന്നത്. ഓൺലൈൻ ഷോപ്പിംഗ് നിർത്തി. മിത്ര കളക്ഷൻസ് എന്ന് പറയുന്ന പേരുള്ള ഒരു ഓൺലൈൻ ഷോപ്പിൽ ഓർഡർ കൊടുത്തിരുന്നു. പറ്റിക്കൽ ഓൺലൈൻ ഷോപ്പാണത്. അനുഭവം ഗുരു. ഇനിയില്ല ഓൺലൈൻ ഷോപ്പിംഗ് നിർത്തി. മിത്രം തട്ടിപ്പാണ്. ഞാൻ February 3 2 കുർത്തി ഓർഡർ ചെയ്തു, ഇതുവരെ കിട്ടിയില്ല. മെസ്സേജിന് നോ റിപ്ലൈ.
ഒരുപാട് പേര് മിത്ര കളക്ഷൻസിനെതിരെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് നെഗറ്റീവായിട്ട്. ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഇത്രയും ആളുകൾ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞു വരുമ്പോൾ യഥാർത്ഥത്തിൽ എത്ര ആളുകളെ ഇവർ പറ്റിച്ചിട്ടുണ്ടാവും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. പല പേരുകളിൽ തട്ടിപ്പ് സംഘം വ്യാപകമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പറ്റിക്കപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ചുമ്മാ ഇതിനെ കുറിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് തന്നെ ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരുപാട് ഏറ്റെടുക്കാത്തത്. ഞാൻ ഇത് കണ്ടപ്പോൾ ഒന്ന് ചെയ്യണമെന്ന് തോന്നി. ബാക്കി കൂടെ കേട്ടോക്കാം. ഞാൻ വീഡിയോ ചെയ്യുന്നത് തന്നെ അവർക്കെതിരെ ഞാനിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും, വേറെ കാരണം കൊണ്ടൊന്നും അല്ല. കാരണം ഇപ്പം ഇവർക്കെതിരെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ കയ്യിൽ പേയ്മെന്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അതുപോലെ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ കുറെ പേർക്ക് ഈ ഒരു ശാസ്ത്ര എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഷോപ്പിംഗ് അറിയാം. കാരണം ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പറ്റിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. മലയാളത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നു. പൈസ അയച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേനും അവര് പിന്നെ 3 ദിവസത്തിനുള്ളിൽ ഡെലിവറി എന്ന് പറഞ്ഞ് കോൾ കട്ടാക്കിയാൽ പിന്നെ നമ്മുടെ കോൺടാക്റ്റിനൊന്നും റിപ്ലൈ തരത്തില്ല. കുറച്ചൊരു ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചു. ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുമെന്നും ഞാൻ യൂട്യൂബറാണെന്നും നിങ്ങൾക്കെതിരെ വീഡിയോ ഇടുമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് അവർ ഒരാഴ്ച കൂടെ കഴിയുമ്പോഴത്തേനും എന്റെ ഡ്രസ്സ് വരും, കാരണം ഡെലിവറി ബോയ് എന്തോ അസുഖമായിട്ട് വരാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ കുറെ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് എനിക്ക് ഡെലിവറി ഇതുവരെയും വീട്ടിൽ വന്നിട്ടില്ല. അപ്പം എനിക്ക് മനസ്സിലായത് പറ്റിക്കപ്പെട്ടാണ്. കാരണം നമ്മൾ പിന്നീട് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചാൽ അവർ ഒരിക്കലും റിപ്ലൈ ഒന്നും തരത്തില്ല. അപ്പം എനിക്ക് പറ്റിയൊരു അനുഭവം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളോട്. അപ്പൊ നല്ല കാര്യം, ഇടയ്ക്കിടെ ഇതുപോലുള്ള അവയർനെസ് വീഡിയോ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. ദിവസവും ഇത്ര തട്ടിപ്പുകൾക്ക് എത്രയോ ആളുകളാണ് ഇരയാവുന്നതെന്നാണ് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു മാർക്കറ്റാണ്. ഇതുപോലുള്ള തട്ടിപ്പ് സംഘങ്ങളുടെ വീഡിയോ കാണുന്ന 1000 പേരെങ്കിലും സാധനങ്ങൾ ഓർഡർ ചെയ്താൽ പോരെ, എത്ര പൈസ കിട്ടുമെന്ന് ആലോചിച്ച് നോക്ക്. കോടിക്കണക്കിന് ജനങ്ങളുള്ള നമ്മുടെ ഇന്ത്യയിൽ പല ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും ഓർഡർ ചെയ്യുന്നുണ്ട്. അതും ദിനം പ്രതി പറ്റിക്കപ്പെടുന്നുണ്ട്. ലക്ഷങ്ങളാണ് ഇതുപോലുള്ള ജനങ്ങളെ പറ്റിച്ച് ഇവരുണ്ടാക്കുന്നത്. ഒരാളുടെ കയ്യിൽ നിന്ന് ആകെ നഷ്ടപ്പെടുന്നത് 200, 250, 300 രൂപയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും പരാതി കൊടുക്കാനൊന്നും മെനക്കെടില്ല. പോയത് പോട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കും. അതാണ് ഇത്തരം തട്ടിപ്പുകാരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇത്രയും കുറഞ്ഞ പൈസ ഈടാക്കുന്നത്. കുറഞ്ഞ പൈസ കാണുമ്പോൾ ആളുകൾ പെട്ടെന്ന് ചാടി വീഴുകയും ആ പൈസ പോയാലും ആരും പരാതിപ്പെടുകയും ചെയ്യില്ല. പരാതിപ്പെട്ടാലും വലിയ കാര്യമില്ല. എങ്ങനെ നോക്കിയാലും തട്ടിപ്പുകാർക്ക് ലാഭം. പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ. എന്തായാലും ഇതുപോലുള്ള ഓരോ വീഡിയോസ് വെച്ചാണ് കാലാകാലങ്ങളായി ഇവര് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയും കൂടെ കാണാം. ഇവരിങ്ങനെ മലയാളത്തിലെ വീഡിയോസ് ഒക്കെ പറയുമ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടെ വിശ്വാസമാകും. മലയാളികളെ കുറച്ചും കൂടെ ഈ ഒരു ഇത്രയും കുറഞ്ഞ വിലയിൽ നല്ല കുർത്തികൾ, അതായത് കാണിക്കുന്ന അത്രയും നല്ല കുർത്തികളാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പം അവരെ പെട്ടെന്ന് തന്നെ വശീകരിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ മലയാളത്തിൽ വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ ഇംഗ്ലീഷോ ഹിന്ദിയോ സംസാരിക്കാനാണ് പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഓൺലൈൻ കോൾ സെന്റർ ഒക്കെ പോലെ ഉണ്ടല്ലോ, അപ്പൊ ഈ ഷോപ്പിന് വേണ്ടി അങ്ങനെ ആക്കിയേക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഈ ഒരു ഷോപ്പ് തിരുവനന്തപുരത്തോ എറണാകുളത്തോ കണ്ടായിരുന്നു. ഇവരോട് സംസാരിച്ചപ്പോഴാണ് മഹാരാഷ്ട്രയിലാണെന്ന് അറിഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നി ചിലപ്പം അവിടെ തന്നെ അവർ പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കും കുറവെന്ന് ഓർത്തിട്ട് തന്നെയാണ് ഞാൻ ഇത് ഓർഡർ പോലും ചെയ്തത്. ഓർഡർ 250 രൂപ കൊടുത്ത ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവർ ഷിപ്പിംഗ് ചാർജ് ആയിട്ട് 125 രൂപ കൂടെ ചോദിക്കുന്നത്. അന്നേരം അവർ പറഞ്ഞു ഒരു ഡ്രസ്സും കൂടെ കൂടുതൽ എടുക്കുവാണെങ്കിൽ 125 രൂപ ഷിപ്പിംഗ് ചാർജും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കതാണല്ലോ നല്ലതെന്ന് ഓർത്ത് 2 ഡ്രസ്സിന്റെ പൈസ ഞാൻ കൊടുത്തത്. അങ്ങനെ 450 രൂപയാണ് കൊടുത്തത്. 2 ഡ്രസ്സിന് 450 ആവുന്നുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ഡ്രസ്സിന്റെ പൈസയാണ് കൊടുത്തത്. ഞാൻ അത് 2 പ്രാവശ്യമായിട്ട് അവരുടെ അക്കൗണ്ടിലോട്ട് സെൻഡ് ചെയ്തും കൊടുത്തു. അങ്ങനെ പക്ഷേ ഇങ്ങനെയാണ് അവർ നമുക്ക് മെസ്സേജിന് റിപ്ലൈ തരത്തില്ല. അവർ നമുക്ക് 3 ദിവസത്തിനകം നമ്മുടെ ഡ്രസ്സ് നമ്മുടെ കയ്യിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് 1 മാസം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞിട്ട് പോലും എനിക്ക് ആ ഡ്രസ്സ് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. പിന്നീട് കോൺടാക്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അവർ നമ്മളെ ബ്ലോക്ക് ചെയ്തു. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എന്തായാലും ഇതെന്റെ ആദ്യത്തെ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ മുൻകൂറായിട്ട് പേ ചെയ്തുകൊണ്ടുള്ള എന്റെ ഓൺലൈൻ ഷോപ്പിംഗ് ഞാൻ ഇതോടെ നിർത്തി. ഇനി ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കും. വളരെ നല്ല തീരുമാനം. വിശ്വസിക്കാൻ പറ്റുന്ന ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് മാത്രം സാധനങ്ങൾ ഓർഡർ ചെയ്യും. എപ്പോഴും ക്യാഷ് ഓൺ ഡെലിവറി തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരം തട്ടിപ്പുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ വേറെ വല്ലവരും അടിച്ചോണ്ട് പോകുന്ന ഇതിലും വലിയൊരു സംഗതി വേറെ ഇല്ല എന്ന് തന്നെ പറയാം. പറ്റിക്കപ്പെടുക എന്ന് പറഞ്ഞ് സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെ. ഇതുപോലുള്ള വീഡിയോകളിൽ നിന്ന് കണ്ട് നമുക്ക് ഇഷ്ടമുള്ള നല്ല രീതിയിലുള്ള ഡ്രസ്സൊക്കെ നമ്മൾ ഓർഡർ ചെയ്യും. പക്ഷേ നമുക്ക് സാധനം കിട്ടത്തുമില്ല, നമ്മുടെ കാശ് പോവുകയും ചെയ്യും. അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.